നമസ്കാരം. മറയൂർ മേഖലയിൽ പാചകവാതക സിലിണ്ടർ വിതരണ രംഗത്തുണ്ടായുള്ള പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചതായി മറയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. പ്രിയപ്പെട്ടവരെ, മറയൂർ പ്രദേശത്തെ ഇന്ത്യൻ ഗ്യാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് ക്ഷാമം നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗുണഭോക്താക്കളുടെ നിരന്തരമായ IOCക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാറിൽ നിന്നും GV ഗ്യാസ് മുഖേന വിതരണം ചെയ്തുകൊണ്ടിരുന്ന ഗ്യാസ് കുറ്റി ഇന്നലെ ഗ്യാസ് വണ്ടി വന്നപ്പോൾ ആളുകൾക്ക് ചെന്നപ്പോൾ ഗ്യാസ് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിൽ വരികയും ഗുണഭോക്താക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മേലാടിയിൽ വെച്ച് ഗ്യാസ് ഏജൻസിയുടെ സപ്ലയർമാരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം IOC കമ്പനി കഴിഞ്ഞ 10-20 വർഷക്കാലമായി GV ഗ്യാസിൽ നിന്നും എടുത്തുകൊണ്ടിരുന്ന ഗ്യാസ് കണക്ഷൻ അവരുടെ കമ്പനി തന്നെ നേരിട്ട് ഈ ഗ്യാസ് ഏജൻസിക്ക് ഇത്ര കൂടുതൽ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ സഗിയ എന്ന് പറയുന്ന ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിലോട്ട് അവരുടെ ഗുണഭോക്താക്കളുടെ ഗ്യാസ് കണക്ഷൻ സിസ്റ്റത്തിൽ തന്നെ മാറ്റം വരുത്തി ഗുണഭോക്താക്കളുടെ മൊബൈലിലേക്ക് മെസ്സേജായി ലഭിച്ചതായിട്ടാണ് നമുക്കവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് IOCയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിരന്തരമായ ഈ പ്രദേശത്തു നിന്ന് ഗ്യാസിന് ക്ഷാമം നേരിടുന്നതും വിതരണം കൃത്യമായി നടക്കാത്തതിൻ്റെ പേരിൽ നിലവിലെ ഗ്യാസ് ഏജൻസിയിൽ നിന്നും മറയൂർ കോവിൽക്കടവ് പ്രദേശത്തെ ഏതാണ്ട് 1000-ഓളം വരുന്ന കണക്ഷനുകൾ സിസ്റ്റം വഴി തന്നെ സഗിയയിലോട്ട് മാറ്റിയതായി അറിയാൻ കഴിഞ്ഞു. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സഗിയ ഏജൻസിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരിൽ നിന്നും നമ്മൾ ഈ കാര്യം അവരോട് ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ പ്രദേശത്തെ മറയൂർ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശത്തെയും കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ കോവിൽക്കടവ് ഉൾപ്പെടുന്ന പ്രദേശത്തെയും ഏതാണ്ട് 1000-ൽ പരം വരുന്ന കണക്ഷനുകൾ സിസ്റ്റത്തിലൂടെ സഗിയ ഏജൻസിക്ക് കൈമാറി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗ്യാസിൻ്റെ വിതരണത്തെക്കുറിച്ച് ആശങ്ക അറിയിച്ചപ്പോൾ ആ ഏജൻസിയിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ഒരു വലിയ ലോഡ് അതായത് 350 കണക്ഷൻ വരുന്ന ലോഡ് മറയൂരിലെത്തിച്ച് നേരിട്ട് വിതരണം ചെയ്യാമെന്നും ഒരു ഗ്യാസ് കുറ്റി എടുത്ത് അടുത്ത ഇടവേളയ്ക്ക് 25 ദിവസം തികയുന്ന മുറയ്ക്ക് അവർക്ക് ബുക്ക് ചെയ്ത് നിലവിലെ നമ്മൾ ഗ്യാസ് ഏജൻസിയിലേക്ക് ഒരു ബുക്കിംഗ് നമ്പറുണ്ട്. ആ ബുക്കിംഗ് നമ്പറിലോട്ട് ലഭിച്ച OTP ഗ്യാസ് വണ്ടി വരുമ്പോൾ ഈ OTP ലഭിച്ച നമ്പറും അവരുടെ നിലവിലെ GV ഗ്യാസിൽ ലഭിച്ചിരിക്കുന്ന ബുക്കും ആ OTP നമ്പറും കൂടി ഇവർക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് നൽകാമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഗുണഭോക്താക്കൾ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നിലവിലെ ഇന്ത്യൻ ഗ്യാസ് ബുക്ക് ചെയ്യേണ്ടതായ 84 54 95 55 55 എന്ന നമ്പറിലോട്ട് നമ്മൾ മിസ് കോൾ അടിച്ച് ബുക്ക് ചെയ്യേണ്ടതാണെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വരുന്ന ശനി അല്ലെങ്കിൽ ഞായർ ദിവസങ്ങളിൽ ഇവിടെ സഗിയയുടെ ഏജൻസിയിൽ നിന്നും ഗ്യാസ് വിതരണം ചെയ്യാമെന്നാണ് ആ കമ്പനി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിലവിലെ ഇവിടുത്തെ ഗുണഭോക്താക്കളുടെ നിരന്തരമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് IOC കമ്പനി നേരിട്ട് തന്നെ ഇങ്ങനെ സഗിയയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതൊരു അറിയിപ്പായി സ്വീകരിച്ചുകൊണ്ട് മാന്യ ഉപഭോക്താക്കൾ, മറയൂർ പ്രദേശത്തെ ഉപഭോക്താക്കൾ, ഇന്ത്യൻ ഗ്യാസ് എടുക്കുന്ന ഉപഭോക്താക്കൾ ഇതിന് സഹകരിക്കണമെന്നും ഈ ബുക്കിങ്ങിലൂടെ ഈ സേവനം പ്രയോജനപ്പെടുത്തണമെന്നും അറിയിച്ചുകൊള്ളുന്നു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.